പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കാര്യക്ഷമമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇത്തരം ക്രൂരത നടത്തുന്നവർക്ക് യാതൊരു സംരക്ഷണവും സർക്കാർ നൽകില്ല. കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പമാണ് സർക്കാർ നിന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. റാഗിങ്ങിനെ തുടർന്നുണ്ടായ മരണത്തിൽ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. അമ്മയുടെ ആവശ്യപ്രകാരം CBI അന്വേഷണത്തിന് സർക്കാർ വിജ്ഞാപനമിറക്കിയെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സിദ്ധാർത്ഥൻ്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു. അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത്. ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി. അവസാനം പറയുന്നത് CBIക്ക് വേണ്ടെന്നാണ്. അത് വായിച്ച ഉടനെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ CBIക്ക് വിടാം. അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും ഇറങ്ങുക. പ്രതികളെ സംരക്ഷിക്കാൻ CBI അന്വേഷണത്തിനുള്ള നടപടി സർക്കാർ വൈകിപ്പിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. എന്നാൽ അന്വേഷണത്തിൽ ജാഗ്രത കുറവ് കാട്ടിയ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിനും തുടർന്നുണ്ടായ ക്രൂരതകൾക്കും യാതൊരു സംരക്ഷണവും സർക്കാർ നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തരം ക്രൂരത എവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും, അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല. ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ടി സിദ്ദിഖ് MLAയുടെ സഭയിലെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സമാന്തര നിയമവ്യവസ്ഥ കേരളത്തിലെ പല ക്യാമ്പസുകളിലും നിലനിൽക്കുന്നുവെന്നായിരുന്നു ടി സിദ്ദിഖിൻ്റെ ആരോപണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.